എൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ച ഒരു സംഭവത്തിൻ്റെ തുടക്കം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് പാനൽ ഓഫ് ചെയർമാനായി എന്നെ സോണിയാജി നിയോഗിക്കുകയുണ്ടായി. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. പാർലമെൻറ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക, ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക, അത് നിയന്ത്രിക്കുക, ബില്ലുകളൊക്കെ സമയബന്ധിതമായി പാസ്സാക്കുക. അങ്ങനെ ഒരു ഉത്തരവാദിത്തം കിട്ടിയ സന്ദർഭത്തിലാണ് ആദ്യത്തെ റെയിൽവേ ബഡ്ജറ്റ് വരുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഒറ്റ ബഡ്ജറ്റല്ല. ഫിനാൻസ് ബഡ്ജറ്റ് വന്നാൽ ഇന്ന് ഒറ്റ ബഡ്ജറ്റേ ഉള്ളൂ. മറ്റത് അങ്ങനെയല്ല. റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റാണ്, മറ്റ് എക്കണോമിക് ബഡ്ജറ്റ് വേറെയാണ്. രണ്ട് മന്ത്രിമാർ, ഒന്ന് ധനകാര്യമന്ത്രി കൊണ്ടുവരുന്ന, മറ്റേ റെയിൽവേ മന്ത്രി കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്ന ചർച്ച ഈ റെയിൽവേയെക്കുറിച്ചാണ്. വലിയ ബഹളം ഒച്ചപ്പാടുണ്ടാകുന്ന ചർച്ചയാണ്. കാരണം പുതിയ റൂട്ടുകൾ തീരുമാനിക്കുന്നതും പുതിയ തീവണ്ടികൾ ഇടുന്നതും ഒക്കെ അതിലാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ച തുടങ്ങിയപ്പോൾ കോൺഗ്രസിൽ നിന്നും മുൻ റെയിൽവേ മന്ത്രി തന്നെയാണ് വന്നത്. അപ്പോൾ ഈ റെയിൽവേ ചർച്ച ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്നാണ് തുടങ്ങുന്നത്. മുൻ റെയിൽവേ മന്ത്രിയായിരുന്ന അതിർ രഞ്ജനാണ് അന്ന് ചർച്ചകൾ ആരംഭിച്ചത്. അദ്ദേഹത്തിന് ഒരല്പം ശബ്ദവും ഒരു ബഹളവും ഒക്കെ ഉള്ള ആളാണ്. ചർച്ച തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്, നിർമ്മലാ സീതാരാമനുണ്ട്, ഇപ്പുറത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാവരും റെയിൽവേ ചർച്ചയല്ല. ഞാൻ മുകളിൽ നിന്ന് സഭ നിയന്ത്രിക്കുന്നു. അതിലെന്നെ വലിയ ബഹളം ഉണ്ടാക്കി. എന്താ കാരണം? റെയിൽവേ മന്ത്രി വന്നിട്ടില്ല, ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല, പിന്നെ എങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകും? അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഹൗസ് താൽക്കാലികമായി അഡ്ജൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിന് വലിയ അസൗകര്യമുണ്ടാകും, എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വെർ ഈസ് ദ റെയിൽവേ മിനിസ്റ്റർ, വെർ ഈസ് ദി ഓഫീസേഴ്സ്? പ്രൈം മിനിസ്റ്റർ ഈസ് ഹിയർ, ഫൈനാൻസ് മിനിസ്റ്റർ ഈസ് ഹിയർ, ഓൾ സീനിയർ മെമ്പേഴ്സ് ആർ ഹിയർ, വെർ ഈസ് ദി റെയിൽവേ മിനിസ്റ്റർ? മാത്രമല്ല, ഈ ചർച്ച തുടങ്ങി വെച്ച അതിരഞ്ജൻ ചൗധരി ഒരല്പം ബഹളം ഉണ്ടാക്കുന്നയാളാണ്. എന്നോട് പറഞ്ഞു, ഹൗസ് അഡ്ജൺ ചെയ്യണം, ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അഡ്ജൺ ചെയ്താൽ അതൊരു വാർത്തയാണ്. കാരണം മന്ത്രിയില്ലാത്ത അതുകൊണ്ട് റെയിൽവേ ബഡ്ജറ്റിൻ്റെ ചർച്ച നിർത്തിവെച്ചു എന്നുള്ള വലിയ വാർത്തയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ വെർ ഈസ് ദി റെയിൽവേ മിനിസ്റ്റർ, വേർ ആർ ദ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഒരു 4-5 മിനിറ്റ് ഞാൻ എടുത്തപ്പോൾ മന്ത്രി വന്നു. ഞാൻ അദ്ദേഹത്തെ വാൺ ചെയ്തു, ശരിയാണ്, യു ഷുഡ് നോട്ട് റിപ്പീറ്റ് ദിസ്. പ്രൈം മിനിസ്റ്റർ ഈസ് ഹിയർ, ഫിനാൻസ് മിനിസ്റ്റർ ഈസ് ഹിയർ, സീനിയർ ലീഡേഴ്സ് ഓഫ് ദ ഓപ്പോസിഷൻ ആർ ഹിയർ, യു ആർ ലേറ്റ് ആൻഡ് വാട്ട് ദിസ് ഓഫീസേഴ്സ് ആർ ഡൂയിങ്. ഇങ്ങനെ ഞാനൊരു ബഹളം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. ആയിരിക്കുന്നതിൻ്റെ ഇടതുവശത്ത പ്രതിപക്ഷം. അപ്പോൾ ആ ബഹളം കൂടുന്ന സന്ദർഭത്തിലൊക്കെ രാഹുൽ ഗാന്ധിയും മറ്റ് സീനിയർ കോൺഗ്രസ്സുകാരൊക്കെ അഡ്ജൻ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞ സമയമെടുത്തത്. ചർച്ചയൊക്കെ തുടങ്ങി ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ പോലെ ചെയറിൽ നിന്ന് ഇറങ്ങി വേറെ ആൾ വന്നു. പക്ഷെ സോണിയാജിക്ക് കാര്യം മനസ്സിലായി. എന്നെ അടുത്ത് വിളിച്ചു, വൈ തോമസ്, യു ഹവ് ഡിലേഡ് യുവർ ഡിസിഷൻ, യു കുഡ് ഹാവ് അഡ്ജൻഡ്, ദീസ് പീപ്പിൾ ആർ ഇൻസൾട്ടിങ് ദ പാർലമെൻറ്റ്, യു ഷുഡ് ഹാവ് ടേക്കൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പോൾ ഞാൻ സോണിയാജിയോട് പറഞ്ഞു, മാഡം, ഐ വിൽ ടെൽ യു സംതിങ്. വാട്ട് ഈസ് ഇറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്പീക്കർമാരിൽ ഒരാൾ വക്കം പുരുഷോത്തമനാണ്, കേരളത്തിൽ നിന്നുള്ള. അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു. അത് ഇവിടെ പാനൽ ഓഫ് ചെയർമാനായിട്ടിരുന്നയാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ചെയറിലിരിക്കുമ്പോൾ അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, സഭയുടെ അന്തസ്സ് നിലനിർത്തണം, അതേ സന്ദർഭത്തിൽ ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. മുകളിൽ ചെയറിലിരിക്കുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയം കാണരുത്. സോണിയാജി പറഞ്ഞത് ശരിയാണ്. ഞാൻ റെയിൽവേ മന്ത്രി ഗൗഡ വരാത്ത സാഹചര്യത്തിൽ എനിക്ക് ഹൗസിൽ പിരിച്ചുവിടാം, 5 മിനിറ്റോ 10 മിനിറ്റോ പിരിച്ചുവിടാൻ താൽക്കാലികമായിട്ട്. പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ലോകം മുഴുവൻ അറിയാൻ പോവുക. കാരണം ഇന്ത്യൻ പാർലമെൻറ്റ് സ്തംഭിച്ചു, താൽക്കാലികമായി പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത വരുന്നത് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന് നല്ലതല്ല. സോണിയാജിക്ക് അത് മനസ്സിലായെങ്കിലും രാഹുലിന് അതിന് ഇഷ്ടപ്പെട്ടില്ല. അതോടൊപ്പം രാഹുലിനെ ചൂടുപിടിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള എൻ്റെ ഒത്തിരി സഹപ്രവർത്തകർ നന്നായി ശ്രമിച്ചു എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങുന്നത്. രാഹുലിന് എൻ്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനെടുത്ത നിലപാട് രാഷ്ട്രീയത്തിന് അതീതമായി പാർലമെൻറ്റ് പ്രവർത്തനങ്ങൾ കാണാൻ കഴിയണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ ശശി തരൂർ എന്നിവരുടെ നിലപാടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിനെതിരായി നമുക്ക് ശബ്ദമുണ്ടാക്കാം, ബഹളം കൂട്ടാം, പക്ഷേ പാർലമെൻറ്റിൽ ചർച്ചകൾ നടക്കണം.
ചർച്ചകളില്ലാത്ത വിധത്തിൽ പാർലമെന്റ് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ബഹളം കൊണ്ട് ഏതെങ്കിലും ബില്ലുകൾ നമുക്ക് ചർച്ച ചെയ്യാതെ പാസ്സാക്കേണ്ടി വന്നാൽ അതിൻ്റെ മെച്ചം ഗവൺമെൻറ്റിനാണ്. പക്ഷേ അങ്ങനെ പാസ്സാക്കുന്ന നിയമനിർമ്മാണങ്ങൾ പലപ്പോഴും കോടതികളിലെത്തി കുഴപ്പത്തിലാകാറുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പാർലമെൻറ്റിനകത്ത് നമ്മൾ സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കണം. ക്വസ്റ്റ്യൻ അവർ ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. അവിടെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മറ്റൊരു ഭാഗം. സോണിയാജിക്കും അല്പം ബഹളം കൂട്ടുന്നത് ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങൾ കടലാസ് ആരോ എറിയും. രസകരമായ ഭാഗം, ആ കടലാസ് ആരോ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരുന്നത് സോണിയാജിയാണ്. അത് ഒരു രസം, നല്ലാതെ മനഃപൂർവ്വമായിട്ടൊന്നുമല്ല. പക്ഷേ ഞങ്ങളൊക്കെ അതെടുത്ത് വലിച്ചെറിയും. പിന്നെ മുദ്രാവാക്യം വിളിക്കും. ഞങ്ങളുടെയൊക്കെ ശബ്ദം മാറുമ്പോൾ സോണിയാജി ഈ ചെറിയ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ചെറിയ പൊടി, അത് എല്ലാവർക്കും കൊടുക്കും. ശബ്ദം നിങ്ങൾ ബഹളം കൂട്ടിക്കോ. ഒരിക്കൽ സമ്പത്ത് മലയാളത്തിൽ മുദ്രാവാക്യം എവിടെ പോയി നരേന്ദ്രമോദി എവിടെ പോയി എന്ന മുദ്രാവാക്യം ഇപ്പോൾ സോണിയാജി എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു മലയാളത്തിലാണ് നരേന്ദ്രമോദി എവിടെ പോയി. അപ്പം സോണിയാജി പറഞ്ഞു നരേന്ദ്രമോദി എവിടെ പോയി. ഒരു ഇംഗ്ലീഷ് ഹിന്ദി ടോണിൽ ആണ് മാഡം പറഞ്ഞത്. അപ്പം മാഡം അത് ഇത്തരം പാർലമെൻറ്റിൽ നടക്കുന്ന സമരങ്ങളും ബഹളത്തിലൊക്കെ പങ്കുചേരുന്ന ഒരാളാണ്. അപ്പോൾ ബഹളം കൂട്ടുന്നവർക്കോട് സ്വല്പം താല്പര്യമുണ്ട്. ഞാനും ശശി തരൂരുമൊക്കെ പാർലമെൻറ്റിൽ നടുത്തരത്തിലേക്ക് ചാടാറില്ല. ഞങ്ങൾ അറ്റം വരെ പോയി നിൽക്കും. അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇരിക്കുന്ന ആ ഒരു ചെയറുണ്ട്, അതിൻ്റെ അവിടം വരെ പോയി നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ നടുക്കടത്തിൽ ചാടി ബഹളവും പേപ്പർ വലിച്ചെറിയൽ, അതുപോലെ പ്ലക്കേഡ് പിടിക്കൽ, സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള ബോർഡുകൾ വെക്കൽ, ഇതൊന്നും ഞങ്ങളാരും പങ്കുചേരാൻ. അവിടെ ആയിരുന്നു എനിക്കൊന്ന് മറ്റൊരു ഞാനും രാഹുലും കൂടി ഒരു അകൽച്ച ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അന്ന് അത്തരം സംഭവങ്ങളിലൂടെയാണ്. ചെറുപ്പമാണ് അയാൾ. അപ്പോൾ ചെറുപ്പക്കാരനായൾക്ക് അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാട്. മറ്റൊന്ന് എൻ്റെ മകൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് രാഹുലിനോടുള്ളത്. രാഹുൽ പാർലമെൻറ്റ് വരുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് പാർലമെൻറ്റ് സജീവമായി ഇത് പങ്കെടുക്കണം. അത് UP ഒന്നിൽ തന്നെ എന്നെപ്പോലുള്ളവർ പറഞ്ഞു ഇദ്ദേഹം ഒരു മന്ത്രിസഭയിൽ ഏതെങ്കിലും സ്ഥാനം ഏറ്റെടുക്കണം. മുത്തച്ഛി ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ രാഹുൽജിയും ഒരു സ്ഥാനം ഏറ്റെടുക്കണം. പക്ഷെ അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷത്ത് വന്നപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ്, അതിന് അദ്ദേഹം തയ്യാറായില്ല. മാത്രവുമല്ല പലപ്പോഴും പാർലമെൻറ്റിൻ്റെ വന്നിരുന്നാൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ എടുത്തിങ്ങനെ കളിക്കും. ഇതെല്ലാം ലോകം മുഴുവൻ കാണുക. ഒരിക്കൽ ഞാൻ പറഞ്ഞു രാഹുൽജി അങ്ങ് സഭയ്ക്കകത്ത് വന്നാൽ അങ്ങ് ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. അത് ഈ മൊബൈലെടുത്ത് കളിക്കുന്നതൊക്കെ ലോകം കാണുകയല്ലേ. അപ്പോൾ എൻ്റെ മൂത്ത മകനോട് പറയുന്നത് പോലെയുള്ള ഒരു ഒരു സ്വാതന്ത്ര്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ അത് പലപ്പോഴും രാഹുലിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള മറ്റ് രണ്ട് സുപ്രധാന സംഭവങ്ങൾ 2016 നവംബർ 8 അർദ്ധരാത്രിയിൽ നോട്ട് നിരോധിച്ചതാണ്. ബായ്യവും ബഹണവും എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗം, 500 രൂപയുടെ നോട്ടുകൾ നിരോധിച്ച സംഭവം, അത് ഞെട്ടിക്കഴിച്ചു എല്ലാവരും. ഞാൻ അതിനെക്കുറിച്ച് പിറ്റേ ദിവസം വളരെ രൂക്ഷമായി വിമർശിച്ചു. പാർലമെൻറ്റുള്ള സന്ദർഭമാണ്. പാർലമെൻറ്റിനെ അറിയിക്കാതെ പ്രധാനമന്ത്രി എടുത്ത ഈ തീരുമാനം രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തകർക്കും. ഇത് പാർലമെൻറ്റിനെ അപമാനിക്കുകയാണ്. സോ ഐ വിൽ കോൾ ദ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇതാണ് ഞാൻ പറഞ്ഞത്. പിറ്റേ ദിവസം ലീഗഡ് ന്യൂസാണ്. ഐ വിൽ കോൾ ദ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. സോണിയാജി എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രൊവിഷനുണ്ട്, അത് നടപ്പിലാക്കുമ്പോൾ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകുമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊവിഷനുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സോണിയാജി പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ടും. ഇത് കഴിഞ്ഞ് ഞാൻ പാർലമെൻറ്റിൽ വന്നപ്പോൾ എന്നെ കാണണം എന്ന് പ്രധാനമന്ത്രി ആളെ പറഞ്ഞയച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, തോമസ് ആർ യു ഗോയിങ് ടു കോൾ മീ ബിഫോർ ദി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? യെസ് സർ, ഐ ഗോട്ട് ദ റൈറ്റ്, ഐ ഗോട്ട് ദ പവേഴ്സ്. എനിക്ക് വിളിപ്പിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഐക്യകണ്ഠേന ഈ തീരുമാനം എടുക്കണം അംഗങ്ങൾ. അത് സാധ്യമല്ല, ഭൂരിപക്ഷം BJP. സ്പീക്കർ സമ്മതിക്കണം, അതും പ്രായോഗികമല്ല. പക്ഷേ എൻ്റെ അധികാരം അവിടെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലെങ്കിലും എനിക്ക് റിസർവ് ബാങ്ക് ഗവർണറെ വിളിക്കാം. അന്ന് ഊർജിത് പട്ടേലാണ് റിസർവ് ബാങ്ക് ഗവർണർ, BJP അപ്പോയിൻ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിപ്പിക്കും. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് നവംബർ 8 എന്നോട് പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് 1 മാസത്തെ സമയം തരണം. ഡിസംബർ അവസാനമോ ജാനുവരിയോ വിളിച്ചോളൂ. ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കള്ളപ്പണമുണ്ട്, കരിഞ്ചന്തയുണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ നടപടി എടുത്തേ പറ്റൂ. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് അങ്ങല്ല നോട്ട് നിരോധിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി, അങ്ങ് 7ാമത്തെ ആളാണ്. ഇതിനു മുമ്പും നോട്ട് നിരോധിച്ചിട്ടുണ്ട് പലരും. പക്ഷേ ആവശ്യമായ തയ്യാറെടുപ്പുണ്ടായിരുന്നു. എത്ര നോട്ട് തിരിച്ചു വരില്ല എന്ന
ഒരു കാഴ്ചപ്പാടുണ്ടാകും. എത്ര പുതിയ നോട്ടുകൾ അടിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പുണ്ടാകും. അങ്ങ് ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങേക്കറിയില്ല എത്ര നോട്ട് തിരിച്ചു വരും. ഞാൻ പറയുന്നു എല്ലാ നോട്ടും തിരിച്ചു വരും. അപ്പോൾ അതൊരു വാർത്ത. അത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു, സർ ഐ നോ ദാറ്റ് ബിക്കോസ് ഐ ആം ദ PSC ചെയർമാൻ. I have gone through all the banks. I am the first person to announce this NPA of the SBI and other nationalized banks. ഞങ്ങളത് കണ്ടുപിടിച്ചത് ഇത്രയധികം NPA ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നടപടി ശ്രദ്ധാപൂർവമല്ല അങ്ങ് നടന്നത്. അത് ഇന്ത്യൻ എക്കോണമിയെ വളരെ ബാധിക്കും. അതുകൊണ്ടാണ് പിന്നീട് ഇതൊരു ആലോചിച്ച് നടത്തിയ കുറ്റകൃത്യമാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത്. മറ്റൊന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകേണ്ടതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ നോട്ട് ശ്രീലങ്കയിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ തൊട്ടടുത്ത നേപ്പാളിലും ബംഗ്ലാദേശിലുമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എത്ര ഇന്ത്യൻ റുപ്പി നോട്ട് പുറത്തുണ്ട്, നമ്മുടെ രാജ്യത്തിന് തൊട്ട് പുറത്തുള്ള രാജ്യങ്ങളിലുണ്ട്, അതൊക്കെ നമുക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. അത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായി തീരുവാണ്. അത് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു ചിന്ത ഉണ്ടാവണം. അപ്പോൾ എന്നോട് പറഞ്ഞു, തോമസ് എനിക്ക് യു ഗീവ് മീ ടൈം. അങ്ങനെയാണ് ഉർജിത് പട്ടേലിനെ, അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറെ, ജാനുവരി ആദ്യ ആഴ്ചയിൽ ഞാൻ വിളിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഉർജിത് പട്ടേലിന് ഒരു ഭയപ്പാടാണ്. ഞാനത് നേരത്തെ അറിയുന്നതാണ്. അദ്ദേഹം എന്നെ വന്ന് കണ്ടു, എൻ്റെ വീട്ടിൽ വന്ന് കണ്ട് പറഞ്ഞു, ഞാൻ വരാം, വിളിച്ചാൽ വരാതിരിക്കില്ല, പക്ഷേ എന്നെ ഇട്ട് കുഴപ്പിക്കരുത്. ഞാൻ എല്ലാത്തിനും മറുപടി പറയാം, സത്യസന്ധമായ മറുപടി പറയാം, പക്ഷേ എന്നെ ഇട്ട് കുഴപ്പിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടായിപ്പോവും. കാരണം സാധാരണ PSCയുടെ മുമ്പിൽ വരാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പാടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി വിളിപ്പിച്ചിട്ടുണ്ട്, CBIയുടെ ഡയറക്ടറെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരോടെല്ലാം വളരെ മാന്യമായി കമ്മിറ്റി പെരുമാറിയിട്ടുണ്ട്. ഞാൻ അംഗങ്ങളോട് പറയും, ഇത് വരുന്ന ഇന്ന ആളുകളാണ്, നമ്മൾ വലിയ ബഹളവും ഒച്ചപ്പാടൊന്നും കാണിക്കരുത്. നമ്മൾ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചത് സിമ്പിൾ ഭാഷയിൽ വലിയ ഒച്ചയും ബഹളവും ഇല്ലാതെ ചോദിച്ചാൽ മതി. അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ വന്നപ്പോഴും അദ്ദേഹത്തെ ചോദിച്ചു 3 പ്രാവശ്യം അദ്ദേഹമായിട്ടിരുന്നു, ചർച്ച നടന്നു. ഇതിനിടയിലാണ് 2017 ജൂലൈ GST കൊണ്ടുവരുന്നത്. ആ GST വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ട പ്രിപ്പറേഷൻ നടന്നിട്ടില്ല. മറ്റു രാജ്യങ്ങളിൽ 2 തട്ടിലുള്ള GST ആണ്, ഇവിടെ 6 തട്ടിലുള്ള GST കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ക്രമീകരിക്കുന്ന കമ്പ്യൂട്ടർ, ബാംഗ്ലൂരിലെ കമ്പ്യൂട്ടർ സജ്ജമല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെക്കുറിച്ച് വേണ്ട വിവരമില്ല. അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തെറ്റായ നടപടിയാണ്. അപ്പോഴും എന്നെ പ്രധാനമന്ത്രി വിളിപ്പിച്ചിട്ടുണ്ട്, ചോദിച്ചാൽ എന്താ അത്? ഞാൻ പറഞ്ഞു, സാർ GST ഒക്കെ നല്ലതാണ്, നമ്മുടെ നെറ്റ്, ഈ ടാക്സേഷൻ നെറ്റ് വർദ്ധിപ്പിക്കണം, പക്ഷേ അതിനൊരു തയ്യാറെടുപ്പ് വേണം. ലോകത്തൊരു രാജ്യത്തും ഈ 6 തട്ടിലുള്ള GST സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് അങ്ങനെ പലപ്പോഴും തിരുത്തേണ്ടി വരും. ഞാൻ പറഞ്ഞത് ശരിയായി. പിന്നീട് പല പ്രാവശ്യം GST നിയമങ്ങൾ തിരുത്തി, കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി, പാർലമെൻറ്റിൽ തന്നെ അംഗങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി റിസർവ് ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, ബാങ്കുകളുടെ ഉന്നത വന്നിരുന്ന് അംഗങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ 2 ഘട്ടങ്ങളിൽ, ഒന്ന് നോട്ട് നിരോധിച്ചപ്പോഴും 2 GST കൊണ്ടുവന്നപ്പോഴും പ്രധാനമന്ത്രിയുമായി ഞാൻ നേരിട്ടാണ് ഏറ്റുമുട്ടിയത്. പക്ഷെ അത് മാന്യമായ ഏറ്റുമുട്ടലായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചത് ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, രാജ്യം നമ്മുടേതാണ്, രാജ്യം തകർച്ചയിലേക്ക് നമ്മൾ വിടരുത്. കാരണം നാളെ നമ്മൾ അധികാരത്തിൽ വരുമല്ലോ. ഇപ്പോൾ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിൻ്റെ അകത്തളത്തിലിരുന്ന് നമ്മൾ പരിഹരിക്കണം, ചർച്ച ചെയ്യപ്പെടണം. അതാണ് ജനാധിപത്യത്തിൽ ഒരു ആരോഗ്യകരമായ ജനാധിപത്യം എന്ന് ഞാൻ തുറന്ന് പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ അതൊന്നും അത്ര രാഹുലിന് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അതാണ് തെളിയിച്ചത്.